ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ മനോഹരമായ ധ്യാനയോഗം എന്ന കവിത. ഗോവിന്ദ 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 ഗോപബാല. ഗോവിന്ദ 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 ഗോപബാല. ആൺമയിൽ പീലിപ്പൂനുന്തുകൾ വട്ടത്തിൽ മേന്മയിൽ കോർത്തുള്ള വാർക്കൂന്തലും വെണ്ണീലാമുറ്റത്തെ തോൽപ്പിച്ച നെറ്റീതൻ ലാവണ്യമുണ്ണുന്ന ഗോപിച്ചാർത്തും. ഗോവിന്ദ 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 ഗോപബാല. ചില്ലക്ഷ്മിക്കാടുവാനുള്ളൊരുഴിഞ്ഞാലാം ചില്ലിക്കൊടിയുടെ ചാഞ്ചാട്ടവും കാരുണ്യനീരിൽ നനച്ചിട്ടൊലുമ്പുന്ന നീരോട്ടം പോലുന്ന കൺമിഴിയും. ഗോവിന്ദ 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 ഗോപബാല. കൈതപ്പൂച്ചിണ്ടിൻ്റെ വാസന പൊങ്ങുന്ന കൈതവ കുഞ്ഞിൻ്റെ നാസികയും മാതൂളുങ്കത്തിനെ എത്തമിടിക്കുന്ന മാധുര്യസാരം തുളുമ്പും ചുണ്ടും. ഗോവിന്ദ 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 ഗോപബാല. ഏണാംഗബിംബത്തെ ചാണകമായി മാറ്റും ചേണാർന്ന മന്ദസ്മിതാങ്കൂരവും കർണാഭരണങ്ങൾ നന്നായി നിഴലിച്ചു വർണ്ണം പകർന്ന കവിൾത്തടവും. ഗോവിന്ദ 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 ഗോപബാല. കൺമീഴിക്കുന്നതുപോലെ മിന്നിടുന്ന പൊന്മയമീന കുണ്ടലവും നീലക്കാർ മട്ടു കൊഴുത്ത കഴുത്തിലെ പാലാർക്ക തുല്യമം കൗസ്തുഭവും. ഗോവിന്ദ 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 ഗോപബാല. ഭക്താനുകമ്പയെ ശ്രീവത്സലക്ഷ്മത്ത വ്യക്തമായോതുന്ന മാറിടവും പ്രേമരസാർദ്രമാം ശീതള സ്പർശത്താൽ താമരസാളിയെ വെന്ന കയ്യും. ഗോവിന്ദ 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 ഗോപബാല. ദാനവൈരീതൻ ജീവിത നാടിയായി വാണിടും ശ്രീവേണു നാളികയും കല്ലലിഞ്ഞിടുന്ന പുല്ലാങ്കുഴൽ നാദ കല്ലോല പാളിതൻ കേളികളും. ഗോവിന്ദ 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 ഗോപബാല. രോമാളി ഭംഗിയാൽ നീരോവുവെ
വെപ്പിച്ചോരോമലി നാഭീസരോവരവും പട്ടുപൂങ്കോണകം ചാത്തിപ്പൊൻ കിങ്ങിണി കെട്ടുമരക്കെട്ട് കൗതുകവും ഗോവിന്ദ 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 ഗോപബാല വെണ്ണക്കൽ തൂണിന്റെ സൗഷ്ഠവം മണ്ടുന്ന കണ്ണന്റെ പുണ്യമാം തൃത്തൂടയും വന്താരു വൃന്ദങ്ങൾ കാമങ്ങൾ വർഷിക്കും വന്താര പൂമൊട്ട മുട്ടുകളും ഗോവിന്ദ 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 ഗോപബാല ലാളിത്യം മേളിച്ച കൈകൊണ്ടു രാധിക ലാളിക്കും നൽകണങ്കാലുകളും ഉണ്ണിത്തൃക്കാലടി രണ്ടും ബലം വെച്ചു പുണ്യങ്ങൾ നേടുന്ന കൊഞ്ചിലമ്പും ഗോവിന്ദ 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 ഗോപബാല അഞ്ചു തിരിയിട്ട ഭദ്രദീപദ്വയമഞ്ചും നഖമണി ചന്ദ്രികയും ഇരടി വെപ്പിലും പുത്തൻ പവിഴങ്ങ പാരീതിൽ പാവുന്നോരുള്ളങ്കാലും ഗോവിന്ദ 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 ഗോപബാല ത്രൈലോക്യനാഥന്റെ സർവാവയവം ആലോകനീയമായി തീർന്നിടണം കുട്ടിയം രാധിക കെട്ടിപ്പിടിക്കുന്ന കട്ട പിടിച്ച ചിദാനന്ദത്തെ കട്ടത്തൈ വെണ്ണവൽ കട്ടൊരൊന്നോമന കുട്ടനെയോർക്കുമാറായിടണം കുട്ടനെയോർക്കുമാറായിടണം ഗോവിന്ദ ഗോപാല ഗോപിക വല്ലഭ ഗോവിന്ദ ഗോപാല ഗോപബാല ഗോവിന്ദ ഗോപാല രാധിക വല്ലഭ ഗോവിന്ദ ഗോപാല ഗോപബാല ഗോപബാല ഹരി ഗോപബാല ഹരി ഗോപബാല ഹരി ഗോപബാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കളവേണുരവക്കളായ നീലകമലാചുംബനലംബടോതിരമ്യ അളിപോത ഇവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന. അതിൽ ഇവിടെ ശ്രീമദ്ഭാഗവതം 977 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദ്വാദശസ്കന്ധത്തിലെ 12 അധ്യായത്തിലെ 11 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ ഭാഗവത സാരമാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ കേട്ടതിനെയൊക്കെ വീണ്ടും അനുസ്മരിക്കുകയാണ് ഇവിടെ സൂതൻ ചെയ്യുന്നത്. ദ്വാദശസ്കന്ധ സാരം എന്നറിയപ്പെടുന്ന ഈ ഭാഗം. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തൃതീയ സ്കന്ധത്തിൽ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുന്നവരെയുള്ള കഥയാണ്. ഭുവ ഉദ്ധരണേംഭോധേർ ഹിരണ്യാക്ഷവധോ യഥാ. സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധാരണം യഥാ, അതുവഴി ഉണ്ടായ ഹിരണ്യാക്ഷ വധം. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതായിട്ടുള്ള രംഗം നമ്മൾ തൃതീയ സ്കന്ധത്തിൽ 14 അധ്യായം മുതൽ 19 കൂടിയുള്ള അധ്യായങ്ങളിലൂടെയാണ് ഹിരണ്യാക്ഷൻ്റെ കർമ്മത്തെക്കുറിച്ചും ഹിരണ്യാക്ഷനെ ഹരിയായ ഭഗവാൻ ഒരു സൂകര രൂപമെടുത്തും കൊണ്ട് നിഗ്രഹിക്കുന്നതായിട്ടുള്ള കഥയൊക്കെ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചത്? ഭൂമിയെ വെള്ളത്തിനടിയിലാക്കിയ ഹിരണ്യാക്ഷൻ്റെ ആദിദൈത്യൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് അവതരിച്ചു. അത് നമ്മൾ ഇന്നലെ കേട്ടു. അങ്ങനെ ആ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചപ്പോഴാണ്, അത് കേട്ടപ്പോഴാണ് വിതുരമഹാശയൻ മൈത്രേയ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നത്, ഇതേ ഭഗവാൻ തന്നെയല്ലേ ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത്? ഹിരണ്യാക്ഷനുമായി ഭഗവാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കാനുണ്ടായ കാരണം എന്താണ്? ഹിരണ്യാക്ഷൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വിതുരമഹാശയൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. ദിതിദേവി ഒരു സന്ധ്യാസമയത്ത് നിർബന്ധിച്ച് ഭർത്താവിനെ ആ പുത്രോത്പാദനത്തിനായിട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തിന്
വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു നോക്കി, സന്ധ്യാസമയം ഇത്തരം പ്രവൃത്തികൾക്കുള്ളതല്ല, ഇത്തരം ചിന്തകൾ തന്നെ പാടില്ല. കളപ്പുറത്ത് സാക്ഷാൽ മഹാദേവൻ വരുന്ന ദിവ്യമായ മുഹൂർത്തമാണിത്. നാമസങ്കീർത്തനമാണ് ഈ സമയത്ത് പരമപ്രധാനമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ലാലസതയോടുകൂടി ചിന്തിക്കാൻ പാടില്ല. കാമം മാറുകയും നാമം ഉണരുകയും ചെയ്യേണ്ടുന്ന സമയമാണിത് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ഈശ്വരനിശ്ചയം എന്ന് കരുതി കശ്യപൻ അതിന് തയ്യാറായി. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ ദിതിക്ക് വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാവുകയും മനസ്താപം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ കാക്കൽ വീണു. ഭർത്താവ് പറഞ്ഞു, കശ്യപൻ പറഞ്ഞു, നീയ് ദുഷ്ടമനസ്സോടുകൂടി എന്നെ സമീപിച്ചു, അതുകൊണ്ട് നിന്റെ മനസ്സിൻ്റെ ആ ചാഞ്ചല്യം തന്നെ നിന്റെ മക്കളിലും ഉണ്ടാവും. അതിദുഷ്ടന്മാരായിട്ടുള്ള 2 പുത്രന്മാരാണ് നിനക്കുണ്ടാവുക. അവസാനം അവർ ലോകത്തെ കരയിപ്പിക്കുമ്പോൾ ആ കരച്ചിൽ മാറ്റാനായി, ഭക്തജനങ്ങളുടെ പിടച്ചിൽ തീർക്കാനായി ഭഗവാൻ അവതരിക്കും. ഭഗവാന്റെ കൈകൊണ്ട് നിന്റെ 2 മക്കൾക്കും അന്ത്യമുണ്ടാവുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ദിതിക്ക് വലിയ സമാധാനമാണ് ഉണ്ടായത്. കാരണം ഭൗതികമായും ആത്മീയമായും തൻ്റെ മക്കൾ ശ്രേഷ്ഠന്മാരായി തീരും എന്നാണ് ഭർത്താവ് പറഞ്ഞതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്ന് ദിതി തൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി. കാരണം ലോകത്തെ മുഴുവൻ കീഴടക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഭൗതികമായി അവരുടെ ഉയർച്ചയെ കാണിച്ചു. ഏറ്റവും ഒടുവിൽ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആത്മീയമായിട്ടുള്ള അവരുടെ ഉയർച്ചയെ മനസ്സിലാക്കാൻ സാധിച്ചു. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണ് ഭാഗവത വാണി, ശ്രീശുഖവാണി. എങ്കിൽ ഇവിടെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ആ ദിതീദേവി മനസ്സിലാക്കി. അങ്ങനെ അനുഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കശ്യപനും തോന്നി, എങ്കിൽ ശരിക്കും ഒന്നുകൂടി അനുഗ്രഹിച്ചേക്കാം എന്ന് തീർച്ചപ്പെടുത്തി ഇവരിൽ ഒരാൾക്കുണ്ടാകുന്ന പുത്രൻ മഹാഭാഗവതോത്തമനായിട്ട് തീരും. നിത്യശത്രുക്കളായിരിക്കുന്ന ദേവന്മാർ പോലും ഭക്തിയുടെ ഉത്തമോദാഹരണമായി ഈ ഉണ്ണിയെക്കുറിച്ച് പാടും എന്നൊക്കെ അവിടെ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആണ് ആ ദിതി ഗർഭം ധരിക്കുന്നതും. ദിതിയുടെ ഗർഭത്തിലെ ആ തേജസ് കണ്ട് ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചപ്പോഴാണ് ബ്രഹ്മാവ്, അവർ ശാപഗ്രസ്തരായ വിഷ്ണുപാർഷദന്മാരാണ്, സനകാദിയോഗീശ്വരന്മാരെ തടഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നത്, അവർ പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും, ഇപ്പോൾ ഇതാ ദിതിയുടെ പുത്രന്മാരായി അവർ പിറക്കാൻ പോണു, അവരെ നിഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല, സാക്ഷാൽ ഭഗവാനെ കൊണ്ടേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹത്തിനും ഭഗവാന്റെ അവതാരത്തിനുമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞയച്ചു. പിന്നീടാണ് ഭൂമിയെ വെള്ളത്തിലാഴ്ത്തുന്ന ഹിരണ്യാക്ഷൻ്റെ അതിദൈത്യൻ്റെ അതിബീഭത്സമായ ലീലകളൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ദേവന്മാര് ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ വിചാരിച്ചു. ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിലൂടെ, നാസാദ്വാരത്തിലൂടെ ഒരു ചെറിയ പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ചാടി വളർന്നു വലുതായി പോരിന് വന്ന ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് ഹിരണ്യാക്ഷവധം എന്നുള്ള രംഗത്തിലൂടെ നമ്മൾ കേട്ടത്. അതിനുശേഷം പിന്നീട് എന്ത് പറഞ്ഞു? ഊർധ്വതിര്യകവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീ നരസ്യാധ യത സ്വയംഭുവോ മനു. ഇപ്പം സ്വയംഭൂ മനുവിൻ്റെ കഥ അത് തുടങ്ങുമ്പോൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ഭഗവാന്റെ വരാഹാവതാരം കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലാണ് പറഞ്ഞത്, ആകാശത്തിലും ഭൂമിയിലും അതുപോലെ വിലങ്ങനെയും സഞ്ചരിക്കുന്ന ജീവികളുടെ ഊർധ്വതിര്യക വാക്സർഗോ രുദ്രസർഗസ്തഥൈവച, ശ്രീരുദ്രന്റെ സൃഷ്ടിയെക്കുറിച്ചും അർദ്ധാംശം കൊണ്ട് പുരുഷനും അർദ്ധാംശം കൊണ്ട് സ്ത്രീയുമായി മാറിയ ബ്രഹ്മദേവനിൽ നിന്ന് സ്വയംഭുവൻ എന്നു പേരുള്ള മനുവിൻ്റെ ഉൽപ്പത്തിയും. ഇപ്പം ബ്രഹ്മാവ് പല രീതിയിൽ സൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് നോക്കി, സാധിച്ചില്ല. അവസാനം തൻ്റെ ഒരു പാതിയിൽ നിന്നൊരു പുരുഷനെയും മറുപാതിയിൽ നിന്നൊരു സ്ത്രീയെയും നിർമ്മിച്ചു. സ്വയംഭുവായിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്നുണ്ടായതുകൊണ്ട് ആ പുരുഷന് സ്വയംഭുവൻ എന്നും മനു എന്നും സ്വയംഭുവ മനു എന്ന പേരുണ്ടായി.
ആ മനുവിൽ നിന്നുണ്ടായവരാണ് മാനവന്മാര്, മാനുഷന്മാര് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു. പിന്നെ പുരുഷനായും സ്ത്രീയായും, ബ്രഹ്മാവിൻ്റെ അർദ്ധാംശം പുരുഷനായി അർദ്ധാംശം സ്ത്രീയായി മാറി ബ്രഹ്മാവിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. അപ്പോൾ പുരുഷനായി മാറിയതാരാ? അതാണ് സ്വയംഭുവ മനു. സ്ത്രീയായി മാറിയതോ ശതരൂപാചയാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ. പിന്നെ പറഞ്ഞു ശതരൂപാചയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമ, സ്ത്രീകളുടെ ഉത്തമ മാതൃകയായി മാറിയ പ്രകൃതിയുടെ അവതാരമായിരിക്കുന്ന ശതരൂപ, ആ ശതരൂപയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ സന്താനോ ധർമ്മപത്നീനാം, ധർമ്മന്റെ പത്നികളുടെ സന്താനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കർദമസ്യ പ്രജാപതേ, അതേപോലെ കർദമ പ്രജാപതിയെക്കുറിച്ചും പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ സ്വയംഭൂമനുവായും ശതരൂപയായും അവർ വിവാഹിതരായി അവരിലുണ്ടായ പുത്രന്മാരുടെയും അവരുടെ പുത്രന്മാരുടെയും ഒക്കെ വംശപരമ്പരയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. ഇവിടെ ശതരൂപയ്ക്കും സ്വയംഭൂമനുവിനും 2 പുത്രന്മാർ, ഉത്താനപാദൻ, പ്രിയവ്രതൻ എന്നിങ്ങനെ 2 പുത്രന്മാർ, ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെയുള്ള 3 പുത്രിമാരും ഉണ്ടായി. പിന്നെ പറയാണ് കർദമ പ്രജാപതിയുടെ ജനനം, കർദമസ്യ പ്രജാപതേ. അവിടെ എന്തുണ്ടായി? അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാം. മഹാത്മാവായിരിക്കുന്ന കപിലവാസുദേവന്റെ അവതാരം. കപിലവാസുദേവനായി ഭഗവാൻ അവതരിച്ചു. ആരുടെയൊക്കെ മകനായിട്ടാണ്? കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും. കർദമ പ്രജാപതിയെക്കുറിച്ച് 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേവഹൂതിയെക്കുറിച്ച് പറയുന്നത് 13ാമത്തെ ശ്ലോകത്തിൽ. ആ മഹാത്മാവായ കപില ഭഗവാന്റെ അവതാരം. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത. ധീമാനായിരിക്കുന്ന കപില ഭഗവാനാകുന്ന പുത്രനോടുകൂടി ദേവഹൂതിയായ മാതാവ് ചെയ്ത സംവാദം. ഇത് തൃതീയ സ്കന്ധത്തിൽ പ്രത്യേകമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ദേവഹൂതിയുടെ പുത്രനായി പിറന്ന ഭഗവാൻ കപിലവാസുദേവൻ തൻ്റെ മൂത്ത സഹോദരിമാരായിരിക്കുന്ന 9 പേരെ, അവർക്ക് ശേഷമാണ് കപിലവാസുദേവൻ അവതരിക്കുന്നത്. കർദമൻ്റെ തപസ്സൊക്കെ നമ്മൾ ഭാഗവതത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സരസ്വതി നദിയുടെ തീരത്ത് ബിന്ദു സരസിൻ്റെ അടുത്തായി കർദമ പ്രജാപതിയുടെ ആശ്രമം. അവിടെ ഇരുന്ന് ഭഗവാനെ സഗുണോപാസന ചെയ്തു. ഭഗവാനെ ആ സ്വരൂപത്തോടുകൂടി ധ്യാനിച്ചു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർദമ പ്രജാപതിയുടെ വളരെ വിശേഷമായിട്ടുള്ള ചില വാക്കുകളുണ്ട്. എന്താ ഒന്ന്? പാദാരവിന്ദം ഭവസിന്ധുപോതം എന്നാണ്. അവിടുത്തെ പാദാരവിന്ദങ്ങൾ ഈ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാനുള്ള തോണിയാണ് ഭഗവാനെ. അവിടുന്ന് അടിയൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് അടിയൻ്റെ തപസ്സിൻ്റെ ആ നൈപുണ്യം കൊണ്ടല്ല, അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും അഹങ്കരിക്കുന്നില്ല കർദമെന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അങ്ങക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഞാൻ തരാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങക്ക് 9 പുത്രിമാരുണ്ടാവും. 10ാമനായി സഹാഹം സ്വാംശകലയാ ത്വദ്വീര്യേണ മഹാമുനെ എന്ന് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ ആ അവസരത്തിൽ കർദമ പ്രജാപതിയുടെ അടുത്ത് ഭഗവാൻ പറയുന്ന വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്താ പറഞ്ഞത്? ഞാൻ അങ്ങയുടെ പുത്രഭാവത്തിൽ അവതരിക്കും. 9 പെൺകുട്ടികൾക്ക് ശേഷം 10ാമനായി ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞ് കണ്ണീർത്തുള്ളികൾ ആ ജലാശയത്തിലേക്ക് വീഴ്ത്തിയിട്ടാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യണത്. പിന്നീട് 9 പെൺകുട്ടികൾ ഉണ്ടാവുന്നു. ആ 9 പേരെ അവിടെ പുലഹൻ, പുലസ്ത്യൻ തുടങ്ങിയ പ്രജാപതിമാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ കപിലവാസുദേവനായി അവതരിച്ചു. എന്താ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ? ക്ഷയിച്ചു കിടക്കുന്ന സാഖ്യശാസ്ത്രത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക. ആ
വാക്കുകളിലൂടെ അമ്മയ്ക്ക് ആത്മജ്ഞാനത്തെ പകരുക. അമ്മയ്ക്ക് ആത്മജ്ഞാനത്തെ പകരുന്നതിലൂടെ ലോകത്തിന് മുഴുവൻ ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദേവഹൂതി തൻ്റെ പുത്രഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഇന്ദ്രിയങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാൻ സാധിക്കും, എങ്ങനെ അധോക്ഷജനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തി വർദ്ധിക്കും. അതിനുള്ള മറുപടിയായിട്ടാണ് വളരെ വിശദമായി കപിലോപദേശം നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കേട്ടത്. തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കേട്ടു. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത എന്ന് പറയുന്നത്. ഇവിടെ ഭക്തിയോഗം, എങ്ങനെയാണ് ഭക്തി സമ്പാദിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച്, വളരെ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കപിലവാസുദേവൻ. പറയുകയാണ്, ഈ ലോകത്തിൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ദുഃഖം, അതേപോലെ തന്നെ പരിപൂർണാനന്ദത്തിൻ്റെ ഭഗവത്പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടായാൽ അവിടെ സുഖം എന്നിവ ഉണ്ടാവും. വിഷയാസക്തിയെ തടയാൻ ഭക്തിയോഗത്തിന് വലിയ കഴിവുണ്ട് എന്ന് പറയുന്നു. കപിലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞു, ഇവിടെ സാഖ്യമത പ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ ഈ ലോകം 25 തത്വങ്ങളാൽ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ പുരുഷന് പ്രകൃതി ഗുണങ്ങളിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ, സംസാരവും വിരക്തി വന്നാൽ അത് മോക്ഷത്തിനും കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനും താനും ഒന്നെന്ന ഭാവനയിൽ ആണ് ഇവിടെ കപിലവാസുദേവൻ്റെ ഉപദേശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഭഗവാനെ വേണ്ടതുപോലെ ഭജിക്കുക, ധ്യാനയോഗത്തെക്കുറിച്ച്, ഹൃദയം ശുദ്ധമാക്കുക. ഹൃദയശുദ്ധിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ള എന്താ? യമനിയമാദികൾ, പ്രാണായാമം തുടങ്ങിയവ, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ വരുമ്പോൾ പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നത് പോലെ ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജയത്രി, മൃത്യുവിനെ ജയിക്കുന്ന പരമമായ ഭക്തി ഉണ്ടാവും. കീർത്തനങ്ങളെ കൊണ്ട് പരമമായ ഭക്തി നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ജനനമരണാദികളാകുന്ന സംസാരക്ലേശങ്ങൾ ഉണ്ടാവില്ല. ഭക്തിയോഗത്തിൻ്റെ മഹത്വം അവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. പിന്നെ ധർമ്മം, അർത്ഥം, കാമം, ഐഹികമായ 3 പുരുഷാർത്ഥങ്ങൾ. ഇതിൽ അർത്ഥകാമങ്ങളിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥന് നരകദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ഒരു യുവതിയുടെ പ്രസവ ശാസ്ത്രത്തെ ഭംഗിയായിട്ട് വിശദീകരിച്ചു. പിന്നെ പറഞ്ഞു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്താൽ അവർ തെക്കൻ വഴി പോയി വീണ്ടും തിരിച്ചു വരേണ്ടി വരും. എന്നാൽ ഭഗവാനിൽ സമർപ്പിക്കുന്ന കർമ്മങ്ങൾ തിരിച്ചുവരവില്ലാത്ത പുനരാവർത്തിരഹിതമായ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഭക്തിയോഗത്തിൻ്റെ മഹത്വം തന്നെയാണ് കപിലവാസുദേവനും ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കപില സ്മരണയോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുകയാണ്. നാളെ 14-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ഇന്ന് നമ്മൾ തൃതീയ സ്കന്ധത്തെയാണ് അനുസ്മരിച്ചത്. നാളെ ചതുർത്ഥ സ്കന്ധത്തിൽ 4 കഥകൾ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ദക്ഷയാഗം, ധ്രുവചരിത്രം, പൃഥുചരിത്രം, പ്രാചീന ബർഹിസിൻ്റെ കഥ. അപ്പം അതൊക്കെ വേണ്ട പോലെ കേൾക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം, കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം, ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.